ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 4ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിൽ ഒരു ചെറിയൊരു കഥയും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. എ ബുക്ക് ഫോർ പുച്കു. ഓക്കെ, നമുക്ക് നോക്കാം എന്താ സ്റ്റോറി എന്നുള്ളത്. ഓക്കെ, എന്താണ് എ ബുക്ക് ഫോർ പുച്കു. ഓക്കെ, പുച്കു എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ പേരാണ് കേട്ടോ. PUCHKU അല്ലേ, പുച്കു. ഓക്കെ, പുച്കു പുച്കു വേർ ആർ യു പുച്കു. അമ്മ ചോദിക്കലാണല്ലേ, മോളെ പുച്കു നീ എവിടെയാണ് എന്ന് ചോദിക്കാനാണ്. ഓക്കെ, പുച്കു ഹാവ് എ ബാത്ത്. എന്താ പറയുന്നത്? പുച്കു നീ ഒന്ന് പോയി കുളിക്ക്. പുച്കു ഹാവ് എ ഫുഡ്. എന്താ, വന്ന് ഫുഡ് കഴിക്ക്. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടും പറയാറില്ലേ, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ അല്ലേ, വന്ന് കഴിക്കേ, ഭക്ഷണം കഴിക്കേ, കുളിക്ക്, പഠിക്കുക എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ അമ്മ പറയലാണ് കേട്ടോ പുച്കുവോട്. പുച്കു ഗോ ടു ക്ലാസ്. പുച്കു ഡു യുവർ ഹോംവർക്ക്. എന്താ പറയുന്നത്? ബട്ട് വെർ ഈസ് പുച്കു. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലല്ലേ, പുച്കു കുളിക്കൂ, പുച്കു ഫുഡ് കഴിക്കൂ, പിന്നെ എന്താ പുച്കു ക്ലാസ്സിൽ പോകൂ, പുച്കു ഡു യുവർ ഹോംവർക്ക്, നിൻ്റെ ഹോംവർക്ക് ചെയ്യൂ. അങ്ങനെ അമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കലാണ്. ബട്ട് വെർ ഈസ് പുച്കു. പുച്കു എവിടെയാണുള്ളത്? പുച്കു വാസ് നോവെയർ ടു ബി സീൻ. പുച്കുവിനെ അവിടെ ഒന്നും കാണാനുണ്ടായിട്ടില്ല. അമ്മ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, ഇതൊക്കെ അല്ലേ കുളിക്കുക, ഭക്ഷണം കഴിക്കുക, എന്താണ് ക്ലാസ്സിൽ പോ, ഹോംവർക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുച്കു അവിടെ ഒന്നുമില്ല. ബട്ട് വെർ ഈസ് പുച്കു. പുച്കു വാസ് നോവെയർ ടു ബി സീൻ. അവിടെ ഒന്നും കാണാനുണ്ടായില്ല പുച്കുവിനെ. ഷി വാസ് ഹൈഡിങ് ഇൻ എ കോർണർ റീഡിങ് എ ബുക്ക്. എന്തായിരുന്നു ചെയ്തത്? ഒരു കോർണറിൽ ഒളിച്ചിരുന്നിട്ട് ഒരു ബുക്ക് വായിക്കലായിരുന്നു. ഷി വാസ് ഹൈഡിങ് ഇൻ എ കോർണർ റീഡിങ് എ ബുക്ക്. ഓക്കെ, പുച്കു ലൗഡ് റീഡിങ്. എന്താ പറയുന്നത്? പുച്കുവിന് ബുക്സ് വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ. ലൗഡ് റീഡിങ് എന്താണ്? റീഡിങ്ങിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഓക്കെ, സിറ്റിംഗ് എനിവെയർ അറ്റ് ഹോം, ഇൻ സ്കൂൾ, ഇൻ ബെഡ് ആൻഡ് ഈവൻ ഇൻ ദ പാർക്ക്. എന്താണ്? പുച്കു ലൗഡ് റീഡിങ് സിറ്റിംഗ് എനിവെയർ അറ്റ് ഹോം, വീട്ടിലിരുന്നിട്ടായിക്കോട്ടെ, ഇൻ സ്കൂളിൽ ഇരുന്നിട്ടായിക്കോട്ടെ, ഇൻ ബെഡിൽ ഉറങ്ങാൻ പോയിട്ടാകുമ്പോൾ കിടക്കയിൽ ഇരുന്നിട്ടായിക്കോട്ടെ, ആൻഡ് ഇവിടെ ഇൻ ദ പാർക്കിൽ കളിക്കാൻ പോയിട്ടാകുമ്പോൾ കൂടി പുച്കു എന്താണ് ചെയ്യുക? പുച്കു ലൗഡ് റീഡിങ്. അവിടെയൊക്കെ ഇരുന്ന് പുച്കു ബുക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഓക്കെ, ഷി ലൗഡ് ഹൗ ലെറ്റേഴ്സ് ബിക്കം വേർഡ്സ് ആൻഡ് വേർഡ്സ് ബിക്കം സ്റ്റോറീസ്. എങ്ങനെയാണ് ലെറ്റേഴ്സൊക്കെ അടുക്കി വെച്ചിട്ട് വേർഡ്സ് ഉണ്ടാകുന്നത് എന്നും ആ വേർഡ്സ് വെച്ചിട്ട് വലിയൊരു സ്റ്റോറി ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാൻ അവൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓക്കെ, അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് പുച്കുവിന് വളരെ ഇഷ്ടമായിരുന്നു. ബുക്സ് ആർ സോ മച്ച് ഫോർ ഫൺ. എന്താ പറയുന്നത്? ബുക്സ് എന്ന് പറയുന്നത് ഒരുപാട് തമാശ നിറഞ്ഞ സാധനങ്ങളാണെന്ന് അവൾ പറയുമായിരുന്നു. ഷി ടെൽസ് ഹെർ ഫ്രണ്ട്സ് ബോൾട്ടു ആൻഡ് ദൊട്ട്ല. അവളുടെ ഫ്രണ്ട്സായ ബോൾട്ടുവിനോട് ദൊട്ട്ലയോട് അവൾ പറയും, എന്താണ് പറയുന്നത്? ബുക്സ് ആർ സോ മച്ച് മോർ ഫൺ. ഒരുപാട് തമാശകൾ നിറഞ്ഞതാണ് ബുക്സ് എന്ന് അവളുടെ കൂട്ടുകാരോട് പറയും. ദേ ടേക്ക് മീ ഓൺ ബിഗ് അഡ്വഞ്ചേഴ്സ്. വലിയ വലിയ അഡ്വഞ്ചേഴ്സിലേക്ക്. എന്താ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? സാഹസിക യാത്രകൾ അല്ലേ. വലിയ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ, അതുപോലെ അങ്ങോട്ടൊക്കെ എന്നെ കൊണ്ടുപോകും. എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് അവൾ പറയുന്നത് കേട്ടോ. ദേ ടേക്ക് മീ ഓൺ ബിഗ് അഡ്വഞ്ചേഴ്സ്. ഓക്കെ, അഡ്വഞ്ചേഴ്സ്, ADVENTURES, അഡ്വഞ്ചേഴ്സ് കേട്ടോ. സാഹസങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ, അഡ്വഞ്ചേഴ്സ്. വൺ ഡേ പുച്കു ഫേസ്ഡ് എ ബിഗ് പ്രോബ്ലം. ഒരു ദിവസം പുച്കുവിന് വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നു. എന്തോ ഒരു പ്രശ്നത്തിലകപ്പെട്ടു. എന്താണ്? ഷീ ഹാഡ് റെഡ് ഓൾ ദ ബുക്സ് ഓൺ ദ ലോവർ റാക്ക് ഓഫ് ദ ഷെൽഫ് ഇൻ ദ ലൈബ്രറി. ലൈബ്രറിയിലെ അടിയിലുള്ള റാക്കിലുള്ള മുഴുവൻ ബുക്സും അവൾ വായിച്ചു തീർന്നു. മനസ്സിലായോ? താഴെയുള്ള മുഴുവൻ ബുക്സും അവൾ വായിച്ചു തീർന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മേലെയൊക്കെ എത്തുന്നില്ല അല്ലേ. ചെറിയ കുട്ടിയാണ് പുച്കു. നോക്കി, ചിത്രം കണ്ടോ? ഓ നോ, പുച്കു ഗാസ്പ്ഡ്. വാട്ട് ഡു ഐ ഡു നൗ? എന്താ പറയുന്നത് നോക്കൂ. ഓ നോ, ഷോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഗ്യാസ്പ്ഡ് എന്ന് പറഞ്ഞാൽ ദീർഘനിശ്വാസം വിടുക കേട്ടോ. വീർപ്പ് മുട്ടൽ, ദീർഘനിശ്വാസം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഷോ നോക്കൂലേ, അതാണ്. ഓക്കെ, പുച്കു ഗ്യാസ്പ്ഡ്. വാട്ട് ഡു ഐ ഡു? ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് അവൾ ദീർഘനിശ്വാസം വിട്ടു. ഷീ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ദ അപ്പർ റാക്സ് ഫുൾ ഓഫ് ബുക്സ് ബട്ട് ദേ വെർ ടു ഹൈ. അവൾ മേലോട്ട് നോക്കുമ്പോൾ മേലത്തെ റാക്സിൽ മുഴുവൻ ബുക്സാണ് അല്ലേ. പക്ഷേ അവരൊക്കെ എന്താണ്, ഒരുപാട് ഹൈറ്റിലുള്ളത്. ഇപ്പോൾ എടുക്കാനും വായിക്കാനൊന്നും അവൾക്ക് പറ്റില്ല. ഒരുപാട് ബുക്സ് ഉണ്ട് മേലെ നിറച്ചും, പക്ഷേ അവൾക്ക് എത്തുന്നില്ല. ഓക്കെ, എന്നിട്ട് നോക്കിയാൽ എന്താണ്? ഐ ഹാവ് ആൻ ഐഡിയ. എന്താ പറയുന്നത്?
ആ എനിക്കൊരു ഐഡിയ കിട്ടിപ്പോയി. എന്താ ഐഡിയ? ഷി കോൾഡ് ബോൾട്ടു ആൻഡ് ദോട്ട്ല ലെറ്റ്സ് മേക്ക് എ ടവർ. അവളുടെ കൂട്ടുകാരായ ബോൾട്ടുവിനെയും ദോട്ട്ലേനെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എന്തേ? ലെറ്റ്സ് മേക്ക് എ ടവർ, നമുക്കൊരു ടവർ പോലെ ചെയ്യാം. എങ്ങനെയത്? ഒരാളുടെ മേലെ മറ്റൊരാൾ കയറുക, അയാളുടെ മേലെ ഞാൻ കയറുക, എന്നിട്ട് ബുക്സ് എടുക്കുക. അതാണ് അവളുടെ ഐഡിയ. ഓക്കെ. ബോൾട്ടു സ്റ്റുഡ് ഓൺ ദോട്ട്ലാസ് ഷോൾഡേഴ്സ് ആൻഡ് പുച്കു ക്ലൈംഡ് ഓൺ ടോപ്പ്. എന്താ ചെയ്തത്? ബോൾട്ടു എന്ത് ചെയ്തു? ദൊഡ്ലേൻ്റെ ഷോൾഡറിൻ്റെ മേലെ കയറിയിരുന്നു. അവിടെ ചിത്രം കണ്ടോ? നീല ഡ്രസ്സ് ഇട്ടതാണ് ദൊഡ്ല. അവളുടെ മേലെ കയറിയിരുന്നു ബോൾട്ടു. അതിൻ്റെ മേലെ കയറി ആര്? നമ്മുടെ പുച്കു. ഓക്കെ. ക്ലൈംഡ് ഓൺ ടോപ്പ്. അപ്പോൾ എന്താ ആവുക? ശക്തി കിട്ടുമോ? ഇല്ല. അങ്ങനെ ആടി ഒലയോ അല്ലേ? ഔട്ട് സ്റ്റേബിൾ അല്ല. വിബിൾ വോബിൾ ക്രാഷ്. എന്താ പറയുന്നത്? വിബിൾ വോബിൾ എന്ന് വെച്ചാൽ ചടപടേ, അത്രയേ ഉള്ളൂ. ഓക്കെ. നമ്മൾ പറയില്ലേ ചടപട വീണു എന്ന്, അത്ര തന്നെ. ഒട്ടും സ്റ്റഡി അല്ലാണ്ട് അൺസ്റ്റഡിയായി നിൽക്കലായിരുന്നു. അത് അങ്ങോട്ട് ഉരുണ്ട് കെട്ടി താഴെ വീണു. ദേ ടംബിൾ ഡൗൺ ഇൻ എ ഹീപ്പ്. എന്താ ടംബിൾ ഡൗൺ എന്ന് പറഞ്ഞാൽ? തകർന്നടിയുക, ഇടിഞ്ഞ് വീഴുക എന്നൊക്കെ. ഓക്കെ. അവർ ചടപട താഴെ വീണു. ഓക്കെ. ഇൻ എ ഹീപ്പ്. ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂന എന്ന് വെച്ചാൽ ഒരാളുടെ മേലെ മറ്റൊരാളുടെ മേലെ മറ്റൊരാൾ, അങ്ങനെ താഴെ എല്ലാവരും കൂടി മൂന്നാളും കൂടി താഴെ വീണു. ഓക്കെ. ലാഫിങ്, എല്ലാവരും കൂടി ഒച്ചത്തിൽ എന്നിട്ട് ചിരിച്ചു പോയി അല്ലേ? എന്നിട്ടും അവൾ വിട്ടുകൊടുക്കൂലല്ലേ? എന്നിട്ട് എന്താ ചെയ്ത് നോക്കിയേ? ദെൻ ഷീ ട്രൈഡ് യൂസിങ് ദ ചെയേഴ്സ് ബട്ട് വിബിൾ വോബിൾ ദേ വുഡിൻ സ്റ്റേ സ്റ്റിൽ. നോക്കി, അടിയിലൊരു ചെയർ, ഒരു ടേബിൾ വെച്ചു, അതിൻ്റെ മേലെ 2 സ്റ്റൂൾ വെച്ചു, പിന്നെ ഒരു കുഞ്ഞു ടേബിൾ വെച്ചു, അതിൻ്റെ മേലെ ചെയർ വെച്ചു. നിൽക്കുമോ? അങ്ങനെ ഇല്ല അല്ലേ? അതും എന്താണ്? ഒട്ടും സ്റ്റേബിൾ അല്ലാണ്ട് ആടി ഒലഞ്ഞ് ചടപടെ താഴെ വീണു. ദേ വുഡിൻ സ്റ്റേ സ്റ്റിൽ. അവർക്കും ഇങ്ങനെ എന്താണ് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റിയില്ല. ടേബിളൊക്കെ കൂടി ഉരുണ്ട് കെട്ടി അവളൊക്കെ കൂടി താഴെ വീണു. ഓക്കെ. എന്നിട്ട് അവൾക്ക് ബുക്സ് എടുക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ദെൻ ദ ടോൾ ലൈബ്രറിയൻ സോ ഹെർ. എന്താണ്? അവളുടെ ഈ കഷ്ടപ്പാടൊക്കെ ഒരു നല്ല നീളമുള്ളൊരു ലൈബ്രറിയൻ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ. ജസ്റ്റ് ദെൻ ദ ടോൾ ലൈബ്രറിയൻ സോ ഹെർ. അവളെ കണ്ടു, നീളമുള്ള ലൈബ്രറിയൻ. ഷീ ചക്കിൾഡ് ആൻഡ് ലിഫ്റ്റഡ് പുച്കു അപ്പ് ടു റീച്ച് ദ ബുക്സ്. എന്താണ്? ഷീ ചക്കിൾഡ് എന്ന് വെച്ചാൽ ശബ്ദമില്ലാണ്ട് ചിരിക്കുന്നതിനാണ് ചക്കിൾഡ് എന്ന് പറയുക കേട്ടോ. എന്നാൽ സ്നേഹത്തോടു കൂടി, കളിയാക്കുന്നതല്ല, സ്നേഹത്തോടു കൂടി ഇങ്ങനെ അവളുടെ കളിയൊക്കെ കണ്ട് ചിരിച്ചു പോയി അവർ. ഓക്കെ. എന്നിട്ടോ ആൻഡ് ലിഫ്റ്റഡ്, അവളെ എടുത്തു, പുച്കു എടുത്തു പൊക്കി. എങ്ങോട്ട്? അപ്പ് ടു റീച്ച് ദ ബുക്സ്. ആ ബുക്സ് റീച്ച് ചെയ്യുന്ന അവിടെ ആ ഹൈറ്റിൽ വരെ അവളെ എടുത്ത് പൊക്കി. ഹിയർ യു ഗോ, നെക്സ്റ്റ് ടൈം ജസ്റ്റ് ആസ്ക്. ഇതാ ഇപ്പോൾ നിനക്ക് എടുക്കാമല്ലോ, നോക്കിയേ. നെക്സ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം ജസ്റ്റ് എന്നോട് ചോദിച്ചാൽ മാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞു. ഷീ സെഡ് വിത്ത് എ സ്മൈൽ. പുഞ്ചിരിച്ചുകൊണ്ട് ലൈബ്രറിയൻ പുച്കുവോട് പറഞ്ഞു. താങ്ക് യു, പുച്കു വിസ്പേർഡ്. വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു എന്ന് വെച്ചാൽ പതുക്കെ വളരെ ചെറിയ സ്വരത്തിൽ പറഞ്ഞു എന്നാണ് അർത്ഥം കേട്ടോ. ചെറിയ ശബ്ദത്തിൽ താങ്ക് യു എന്ന് അവൾ പറഞ്ഞു. ഗ്രാബിങ് എ ഷൈനി ബുക്ക്. അത് പറഞ്ഞുകൊണ്ട് തിരക്കിട്ട് അവൾ എന്ത് ചെയ്തു? ഗ്രാബിങ് എ ഷൈനി ബുക്ക്, ഒരു തിളക്കമുള്ളൊരു ബുക്ക് അവൾ വേഗം അതിൻ്റെ ഇടയ്ക്ക് എടുത്തുകൊണ്ടാണ് താങ്ക് യു പറയുന്നത്. ഓക്കെ. എത്രയും തിരക്കായി അവൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ഷീ ഓപ്പൺഡ് ഇറ്റ്. വൂഷ് ദ വേർഡ്സ് ടേൺഡ് ഇൻ ടു ഹെർ നെക്സ്റ്റ് ബിഗ് അഡ്വഞ്ചർ. എന്താണ്? അവൾ ബുക്ക് തുറന്നു. വൂഷ് എന്ന് വെച്ചാൽ അവളെ ആ പുതിയ അഡ്വഞ്ചറിൻ്റെ ലോകത്തേക്ക് ആ ബുക്സ്, അതിൻ്റെ അക്ഷരങ്ങൾ, അതിൻ്റെ വാക്കുകൾ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഓക്കെ. വളരെ നല്ല റീഡിങ്ങിനെ കുറിച്ചുള്ള നല്ലൊരു ബുക്കാണ് കേട്ടോ, നല്ലൊരു സ്റ്റോറിയാണ്. ഓക്കെ. എഴുതിയതാരാണ്? ദീപാഞ്ജന പാൽ. ഓക്കെ. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചെറിയൊരു ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, റൈറ്റ് ദ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ദ പിക്ചേഴ്സ്, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. ഒരു നല്ലൊരു ടൈറ്റിൽ കൊടുത്തിട്ട് ചെറിയൊരു സ്റ്റോറി ആക്കിയിട്ട് ഈ ചിത്രം നോക്കിയിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ. നമുക്ക് നോക്കാം കേട്ടോ. ഒരു ചെറിയൊരു സ്റ്റോറി അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ശരി, നോക്കാമല്ലോ. വൺ ഡേ എ ബ്യൂട്ടിഫുൾ യങ് ഗേൾ മീനു വെൻ ടു ദ ലൈബ്രറി നിയർ ഹെർ ഹൗസ്. എന്താ പറയുന്നത്? ഒരു ദിവസം നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി മീനു അവളുടെ വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറിയിലേക്ക് പോയി. There she saw shelves full of many kinds of books and stood looking at them in wonder. അവൾ അവിടെ എത്തിയപ്പോൾ ഷെൽഫ് നിറച്ചും ഒരുപാട് ബുക്സ് കണ്ട് അവളിങ്ങനെ അത്ഭുതത്തോടു കൂടി അതെല്ലാം നോക്കി നിന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലൈബ്രറിയൻ ദർ ഷീ ചോസ് എ മാജിക് ബുക്ക് ആൻഡ് ബിഗാൻ ടു റീഡ്. അവിടുത്തെ ലൈബ്രറിയൻ്റെ ഹെൽപ്പോടു കൂടി ഒരു മാജിക് ബുക്കാണ് അവൾ ചൂസ് ചെയ്തത്. ഓക്കെ. എന്നിട്ട് അവളത് വായിക്കാൻ തുടങ്ങി. ദ ബുക്ക് വാസ് ട്രൂലി എ മാജിക്കൽ വേൾഡ് ഫിൽഡ് വിത്ത് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. എന്താണ് പറയുന്നത്? ആ ബുക്ക് മുഴുവൻ ഒരു മാജിക്കൽ വേൾഡ് ആയിരുന്നു അല്ലേ? അത് മുഴുവൻ അത്ര മാജിക്ക് പോലെയാണ് തോന്നിയത് അവൾക്ക്. മുഴുവൻ ബേർഡ്സും പക്ഷികളും മൃഗങ്ങളെയും കൊണ്ട് നിറഞ്ഞ ഒരു മാജിക്കൽ വേൾഡായിരുന്നു ആ ബുക്ക്. ഓക്കെ. സഡൻലി ഷീ സോ എ ബ്യൂട്ടിഫുൾ റാബിറ്റ് ഹോപ്പിംഗ് പ്ലേഫുള്ളി ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. ഷീ ഫോളോഡ് ദ റാബിറ്റ്. എന്താണ് പറയുന്നത്? പെട്ടെന്ന് അവളുടെ കണ്ണിൻ്റെ മുമ്പിലേക്കൂടെ ഒരു
എന്താണ് ഒരു മുയൽ, ഓക്കെ, നല്ല ഭംഗിയുള്ള ഒരു മുയൽ ചാടി തുള്ളി പോകുന്ന പോലെ, ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, മുയലൊക്കെ തുള്ളുന്ന ആ രീതിക്ക് പറയുന്നതാണ് ഹോപ്പിംഗ്, ഓക്കെ. ഇങ്ങനെ തുള്ളി പോകുന്ന പോലെ അവൾ കണ്ടു. അവൾ ആ മുയലിൻ്റെ പുറകെ പോയി. ദ ഗ്രാൻഡ് ഡോർസ് ഓഫ് എ ബിഗ് പാലസ് ഓപ്പൺ ബിഫോർ ഹെർ. എന്താ പറയുന്നത്, വലിയൊരു രാജകൊട്ടാരത്തിൻ്റെ വാതിൽ അവൾക്ക് മുമ്പിൽ തുറന്നു. വിത്ത് വൈഡ് ഐസ് ഷീ സ്റ്റെപ്ഡ് ഇൻസൈഡ്. അവൾക്കത് കണ്ടപ്പോൾ തന്നെ അത്ഭുതമായിട്ട് അവൾ ആ മുയലിൻ്റെ പുറകെ തന്നെ ആ രാജകൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. എന്നിട്ടോ, ഇറ്റ് വാസ് ട്രൂലി എ മാജിക്കൽ വേൾഡ് ഫുൾ ഓഫ് വണ്ടേഴ്സ് ഷീ ഹാഡ് നെവർ സീൻ ബിഫോർ. അവൾ ഇതുവരെ കാണാത്ത ഒരുപാട് വണ്ടറുകൾ, ഒരുപാട് ആശ്ചര്യങ്ങൾ നിറഞ്ഞ ഒരു മാജിക്കൽ വേൾഡ് തന്നെയായിരുന്നു അവിടെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഡാൻസ് ജോയ്ഫുള്ളി ബിഫോർ ഹെർ. പക്ഷികളും മൃഗങ്ങളും ഒക്കെ സന്തോഷത്തോടു കൂടി അവളുടെ മുമ്പിൽ ഡാൻസ് ചെയ്തു. ആസ് ഇഫ് വെൽക്കമിങ് ഹെർ ടു ദെയർ മാജിക്കൽ ലാൻഡ്. അവളെ ആ മാജിക്കൽ ലാൻഡിലേക്ക് വെൽക്കം ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നി. അങ്ങനെ മൃഗങ്ങളും പക്ഷികളൊക്കെ അവൾക്ക് ചുറ്റും നൃത്തം ചെയ്തു. സഡൻലി വിങ്സ് ഗ്രൂ ഓൺ ഹെർ ടു ആൻഡ് ഷീ ബിഗാൻ ടു ഫ്ലൈ അലോങ് വിത്ത് ദം. എന്താണ്, അവൾക്കും ചിറകുകൾ മുളച്ചു അല്ലേ, പെട്ടെന്ന് മീനുവിനും ചിറകുകൾ മുളച്ചു. അവളും അവരുടെ കൂടെ ഡാൻസ് ചെയ്യാനും പറക്കാനൊക്കെ തുടങ്ങി. മീനു, യു ലൈക്ക് ദ സ്റ്റോറി വെരി മച്ച്, ഡിഡിൻറ്റ് യു? ദ ലൈബ്രറിയൻ ആസ്ക്ഡ്, പാറ്റിംഗ് ഹെർ ഓൺ ദ ബാക്ക്. മീനു, നിനക്ക് ആ ബുക്ക് നല്ല ഇഷ്ടമായി അല്ലേ, ഈ സ്റ്റോറി നല്ല ഇഷ്ടമായി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ലൈബ്രറിയൻ മീനുവിനെ പുറത്ത് പതുക്കെ തട്ടി, ഓക്കെ. പാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ തലോടുക. മീനു വണ്ടേർഡ് ഇഫ് എവറിത്തിങ് ഷീ ഹാഡ് സീൻ ഓൾ ദിസ് വൈൽ വാസ് ജസ്റ്റ് എ ഡ്രീം. അവൾക്ക് അത്ഭുതമായിപ്പോയി. ഞാൻ ഇത്ര നേരം കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നോ? മുയൽ വന്നതും അവൻ്റെ പുറകെ പോയതും എനിക്ക് ചിറക് മുളച്ചതൊക്കെ സ്വപ്നമായിരുന്നോ? ഷീ ടോൾഡ് ദ ലൈബ്രറിയൻ ദ ഹോൾ സ്റ്റോറി ഷീ ഹാഡ് സീൻ. ലൈബ്രറിയനോട് അവൾ കണ്ട മുഴുവൻ കഥയും അവളോട് പറഞ്ഞു കൊടുത്തു. ദ ലൈബ്രറിയൻ ഫെൽറ്റ് വെരി ഹാപ്പി ആൻഡ് പ്രൈസ്ഡ് മീനു. എന്തിനാണ്? ലൈബ്രറിയന് ഭയങ്കര സന്തോഷമായി അല്ലേ. എന്നിട്ട് മീനുവിന് പ്രശംസിച്ചു. എന്തിനാണ്? റിയലൈസിങ് ദാറ്റ് ഷീ ഹാഡ് റെഡ് ദ ബുക്ക് സോ ഡീപ്ലി ആസ് ഇഫ് ഷീ വർ വാച്ചിങ് എ മൂവി. ഒരു സിനിമ കണ്ടതുപോലെ അവൾ ആ ബുക്ക് വായിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ലൈബ്രറിയന് ഒരുപാട് സന്തോഷം തോന്നി. മീനുവിനെ പ്രൈസ് ചെയ്തു, അവളെ ഒരുപാട് പുകഴ്ത്തി. ഓക്കെ, നല്ല കുട്ടിയെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പുകഴ്ത്തി. മീനു റിട്ടേൺ ദ ബുക്ക് ആൻഡ് വാക്ക് ബാക്ക് ഹോം ഹാപ്പിലി. ആ ബുക്ക് തിരിച്ചു കൊടുത്ത് മീനു സന്തോഷത്തോടു കൂടി അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഓക്കെ, ആ സ്റ്റോറിയുടെ പേര് വണ്ടർ വേൾഡ് എന്നാണ് കേട്ടോ. വണ്ടർ വേൾഡ്, ഓക്കെ, അത്ഭുതങ്ങളുടെ ലോകം. ഓക്കെ, ചെറിയൊരു സ്റ്റോറിയാണ്. നോക്ക്, നിങ്ങൾക്കൊണ്ട് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമോ നോക്കുക, ഇല്ലെങ്കിൽ മാത്രം ഇത് കോപ്പി ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ, ചെറിയൊരു സ്റ്റോറിയാണ്. അപ്പം ഓക്കെ, താങ്ക് യു.